പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ ഇങ്ങനെ എത്താറായല്ലേ? അപ്പോൾ എല്ലാവരും പർച്ചേസിൻ്റെ തിരക്കിലായിരിക്കും. എൻ്റെ അമ്മയ്ക്കൊക്കെ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും വീട് നിറയെ പലവഞ്ഞണവും എണ്ണയൊക്കെ മേടിക്കുന്ന കേട്ടോ ഹരം. നമുക്കാകുമ്പോൾ പിന്നെ ഓണക്കോടി എടുക്കലായിരിക്കും അല്ലേ? ഒക്കെ നമ്മൾ ട്രിവാൻഡ്രംകാർക്ക് ഈ ലുലു മോളും മോൾ ഓഫ് ട്രാവൻകൂറും ഒന്നും ഇല്ലാത്ത കാലത്ത് ഓണം വരുമ്പോൾ പോത്തീസിലാട്ടോ പോകുന്നത്. അവിടെ ഉണ്ടാവുന്ന ക്രൗഡ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒട്ടും കുറവില്ലാന്നേ ഞാൻ പറയത്തുള്ളൂ. ധന്യ രമ്യ തിയേറ്ററൊക്കെ പൊളിച്ചെടുത്ത് അവിടെ കാർ പാർക്കിംഗ് ആക്കിയിട്ടുണ്ട് കേട്ടോ പോത്തീസിൻ്റെ. അപ്പം ഞങ്ങൾ അവിടെയായിരുന്നു പാർക്ക് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ പോത്തീസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നു. എൻ്റെ 18ാമത്തെ വയസ്സിലാണ് എനിക്ക് ജോലിയാവുന്നത്. ആ വർഷം തൊട്ട് ഈ വർഷം വരെ മുടങ്ങാതെ എല്ലാ വട്ടവും ഓണത്തിന് എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഓണക്കോടി എടുത്തു കൊടുക്കും കേട്ടോ. ലാസ്റ്റ് ഇയർ വന്നിട്ട് RK വെഡ്ഡിംഗ് മോൾ തുടങ്ങിയുണ്ട്. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയെങ്കിലും ഓവർ റേറ്റഡ് ആയിരുന്നു. കൂടാതെ ആ സാരി ഒന്നും വലിയ സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം എന്തായിരുന്നാലും നമ്മുടെ പഴയ പോത്തീസിലേക്ക് തന്നെ പോകാമെന്ന് വെച്ചു. എൻട്രൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാരി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ റേറ്റ് വൻ കത്തിയായിരുന്നേ. പിന്നെ അവിടെ നിന്ന് മാറി ഒരു പീക്കോക്ക് ബ്ലൂ ആയിരുന്നു തപ്പി നടന്നേ. കളർ പറഞ്ഞപ്പോൾ സുജിയായിരുന്നു കേട്ടോ ഈ സാരി അങ്ങോട്ട് സെലക്ട് ചെയ്തേ. റാണി പിങ്കും പീക്കോക്ക് ബ്ലൂ ആയപ്പോൾ സാരി നേരിട്ട് കാണാൻ അടിപൊളിയാട്ടോ. ഈ വീഡിയോ കാണുന്നതിനെക്കാട്ടി ഒരു ഡബിൾ ഇരട്ടി ഭംഗിയാണേ. സാരിയൊക്കെ സെലക്ട് ചെയ്ത് ബില്ലിങ്ങിന് ശേഷമായിരുന്നു കേട്ടോ സാരിയുടെ തുമ്പ് കെട്ടാൻ വേണ്ടി പോയത്. അതൊരു ഹാഫ് ആൻ അവർ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ബാക്കിയുള്ള ഷോപ്പിങ്ങിലേക്ക് പോയി കേട്ടോ. ശരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. കാര്യം എനിക്ക് പീക്കോക്ക് ബ്ലൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ആ സാരി നല്ല ഭംഗിയായിരുന്നേ. പക്ഷേ ഇപ്രാവശ്യത്തെ ക്രെഡിറ്റ് ഫുള്ള് കൊണ്ടുവന്ന സുജിയാണ്. കാര്യം പുള്ളിക്കാരനെ സെലക്ട് ചെയ്ത് തന്നെ കളറ് ഞാൻ പറഞ്ഞു കൊടുത്തെങ്കിലും എന്തായിരുന്നാലും അത് കഴിഞ്ഞ് നമ്മൾ സുജിൻ്റെ അച്ഛന് വേണ്ടിയായിരുന്നു കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത്. ആ വഴി പോയപ്പോഴത്തേക്കും ദേ ഒരു ഡിസ്പ്ലേയിൽ ഒരു ഹാഫ് സാരി കണ്ടു കേട്ടോ. അതിൻ്റെ റേറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോയപ്പോൾ അതിൻ്റെ ഒരു ബ്ലൂ കളർ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ഗ്രീൻ കളർ തന്നെയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. സുജിക്കും അതാ ഇഷ്ടപ്പെട്ടുള്ളതുകൊണ്ട് ആ ഡിസ്പ്ലേ കിടന്ന് നമ്മൾ പിന്നെ അത് മേടിക്കുകയായിരുന്നു ചെയ്തതേ. ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ ഇടയ്ക്കൊരു ട്രക്കൊക്കെ ആയിട്ട് ധ്രുവ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ മുകളിലേക്ക് പോയി ഷർട്ടിൻ്റെ മെറ്റീരിയലാണ് അങ്കിളിന് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സുജിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മ്യൂറലായിട്ടുള്ള ഒരു മെറ്റീരിയലായിരുന്നു. അപ്പോൾ നമ്മൾ അതും എടുത്തിട്ട് നമ്മൾ നേരെ താഴെ ലക്കി ഡ്രോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടു. എബോ 3000 പർച്ചേസ് ചെയ്താലാണ് ഒരു കൂപ്പൺ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വണ്ടി വരും കേട്ടോ. പിക്കപ്പിനും ഡ്രോപ്പിനും വണ്ടിയുണ്ട്. അത് കഴിഞ്ഞ് അവർ നമ്മളെ കൊണ്ട് നമ്മുടെ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത് നമ്മളെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. എല്ലാവരും ഓണത്തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും പുതിയ വീഡിയോയിൽ കാണാം. ബൈ.